നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അങ്ങനെ ഞാനും അന്നാമ്മയും ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. പപ്പ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ചിക്കനും ബിരിയാണി ഉണ്ടാക്കാനുള്ള റൈസും സാധനങ്ങളൊക്കെ കൊണ്ട് തന്നപ്പോഴത്തേനും എന്നാൽ പിന്നെ ഇന്ന് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഞാൻ ചിക്കൻ കറിയും ബിരിയാണിയും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. എൻ്റെ ദമ്മിട്ടുണ്ടാക്കുന്ന അങ്ങനെയല്ല ഉണ്ടാക്കിയത്. അപ്പം മറ്റേ നീളമുള്ള റൈസായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനാദ്യമേ സവാളയൊക്കെ പൊളിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ അരിഞ്ഞ് ശരിയാക്കി. പിന്നെ ചിക്കൻ അവർ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് തന്നെ. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ മസാല ഇട്ടു. ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഞങ്ങൾ വറുത്തിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ മസാലയൊക്കെ തൂത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ വറുത്തു. ചിക്കൻ വറുത്ത് കഴിഞ്ഞ് ചിക്കൻ വറുത്ത് അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകണമായിരുന്നു. അപ്പം പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ പച്ചമുളക് എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ അവസാനം പച്ചമുളക് അരിഞ്ഞ് പിന്നെ ചിക്കൻ വറുത്തിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആദ്യമേ റൈസ് കഴുകി റൈസ് അങ്ങ് എടുത്തിട്ടു. റൈസ് ഇടാൻ നേരത്ത് റൈസിനകത്ത് ഉപ്പിടും, പിന്നെ കുരുമുളകിടും. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം അതൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പം ഉപ്പ്, കുരുമുളക് പൊടിച്ചതല്ല, സാധാരണ കുരുമുളക്, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ സാധാരണ സവാള വഴറ്റി, തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഞങ്ങൾ പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഇട്ടത്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടത്. അപ്പം പേസ്റ്റ് ഇട്ടു. പിന്നെ ചിക്കൻ കറിക്കകത്തും ഞങ്ങൾ സാധാരണ പോലെ കറുവാപ്പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കേട്ടോ. പിന്നെ 2 കഷ്ണം ഏലക്കായും ഇട്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് സവാളയൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേനും ഞങ്ങൾ വറ്റൽമുളക് അരയ്ക്കും. ഞങ്ങൾ മുളക് പൊടി കൂടുതലിടുന്നതിന് പകരം വറ്റൽമുളകില്ലേ, വറ്റൽമുളക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് അതാട്ടോ ഇടുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കൊരു റെഡ് കളറ് ഒഴിക്കുന്നതാണ്. അപ്പം അത് പിന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് വെക്കുക. അപ്പം ഞങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കും. എന്നിട്ട് കുറേ നേരം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് പിന്നെ എടുക്കുന്നത്. അപ്പം കുറേ നേരം കഴിയുമ്പോൾ വെള്ളം നല്ലപോലെ വറ്റും. എന്നിട്ട് കുറുക്കി കഴിയുമ്പോൾ എടുക്കും അങ്ങനെ. പിന്നെ അവസാനം കുറച്ച് പുതിനയിലയൊക്കെ ഇട്ടു. പിന്നെ ബിരിയാണി അന്നേരത്തേന് പോയി. അപ്പോൾ ബിരിയാണിയുടെ പുറത്തും പുതിനയില ഇട്ടു. പിന്നെ സലാഡ് ഉണ്ടാക്കി. പിന്നെ പപ്പടമൊക്കെ വറുത്തായിരുന്നു. എന്നിട്ട് അന്നാമ്മയ്ക്ക് തന്നെ കേട്ടോ ആദ്യമേ കൊടുത്ത്. അന്നാമ്മയ്ക്ക് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അന്നാമ്മ പറഞ്ഞു സൂപ്പറാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.